മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാല് നേരിട്ട് സ്വർഗത്തിലേക്ക് സീറ്റ് കിട്ടുമോ? അല്ല, ചോദിക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് പല ആളുകളും മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് ഇങ്ങനെയാണ് വോട്ട് പിടിക്കുന്നതെന്ന് കേട്ടപ്പോ ഞാൻ അത് വെറുതെ പറയൂ. അങ്ങനെ ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ പൊതുമധ്യത്തിൽ വന്ന് ഇങ്ങനെ പറയോ? അത്രക്ക് ബുദ്ധിയില്ലാത്തവരെല്ലാവരും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ആദ്യം നിങ്ങൾ ഈ ശബ്ദം മുഴുവൻ കേൾക്കണം കേട്ടാ. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യം പറയാണ്ട് ആർക്കും എന്നോട് വിരോധം തോന്നരുത്. അതുകൊണ്ട് മാത്രമാണ് ആദ്യം കാണാം. പ്രതിസന്ധികളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതൊന്നും പതറിക്കൊണ്ട് നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല. പ്രതിസന്ധികളിൽ പതറാതെ പാർട്ടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ നേതാക്കന്മാർ നമുക്ക് ഏൽപ്പിച്ച ഈ ഹരിത പതാകയുണ്ട്. ആ ഹരിത പതാകയുടെ തണലിൽ നമുക്ക് എന്നും ഉണ്ടാവും. അർഷിന്റെ തണലിലേക്ക് വരെ ഈ ഹരിത പതാകയുടെ തണൽ മുസ്ലിം സമുദായത്തെ നയിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തും. ആ ദളിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നതോടുകൂടി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായി മാറുകയും തച്ചനാട്ടുകര പഞ്ചായത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ലീഗ് ഭരിക്കുമ്പോൾ ജനകീയ ആസൂത്രണത്തിന്റെ കോഴി വാങ്ങാൻ പോവാമല്ലോ എന്ന പൂതി വെക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ പേരല്ല മുസ്ലിം ലീഗ്. ലീഗിൽ അംഗത്വം എടുക്കുന്നതോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ മതം, വിശ്വാസം, രാഷ്ട്രീയം, കാഴ്ചപ്പാട് എല്ലാം നിർവചിക്കുകയാണ്. ലീഗിൽ അംഗത്വം എടുക്കുന്നതോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ വാപ്പയെ തിരിച്ചറിയുന്നുണ്ട്, ഞങ്ങളുടെ പൂർവികരെ തിരിച്ചറിയുന്നുണ്ട്. ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തും. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിക്കുന്നുണ്ട് എങ്കിൽ, സ്വർഗത്തിൽ പോവണം എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ഒരു മുസ്ലിം ലീഗുകാരനാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ചര്യ പറ്റിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറായിട്ട് ഒരാൾ കടന്നു വന്ന് മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള വഴി തന്നെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇവിടെ മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നേരിട്ട് സ്വർഗത്തിൽ എത്താമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആരാണെന്ന് കേട്ടല്ലോ. സത്യത്തില് ഞാൻ ഖുർആൻ വായിച്ചു, ഖുർആനെ കുറിച്ച് പഠിക്കുന്നു. അതിലെവിടെയും കാണാത്തൊരു വാക്ക്, ഒരു കൊടി പിടിച്ചു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കുമെന്നുള്ളത് നമുക്ക് വിശദമായി പരിശോധിക്കണം. കാരണം ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ആവരുത് ഒരാൾ അധികാരത്തിലെത്തേണ്ടത്. അതാദ്യം മനസ്സിലാക്കുക. മുസ്ലിമായി ജനിച്ച ഒരാൾ മുസ്ലിം ലീഗിൽ തന്നെ അംഗത്വം എടുക്കണം എന്നുള്ള നിയമമൊന്നുമില്ല. ഇന്ത്യ എന്ന മഹാരാജ്യമാണ്, ഇവിടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. അത് ആദ്യം പറയണം. ജനാധിപത്യ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എത്രത്തോളം ശരിയല്ല എന്നും നിയമപരമായിട്ട് ഇതിൽ എന്തൊക്കെ പണിയാണുള്ളത് എന്നല്ലേ ഞാൻ മുഴുവനായിട്ട് വായിച്ചു തരാം. ആരും മുന്നോട്ട് പോകരുത്, തെറി വിളിക്കരുത്. ഞാൻ എല്ലാ വിഷയങ്ങളും കൃത്യമായി പഠിക്കാതെ ചെയ്യില്ല, അതുകൊണ്ട് പറയുകയാണ് കേട്ടോ. നമുക്ക് എന്തായാലും ആ വിഷയത്തിൽ ഭരണഘടന പറഞ്ഞു നോക്കാം. ഇലക്ഷൻ സമയത്ത് ഇനി അല്ലാതെയും സാധാരണ കാലങ്ങളിൽ പൊതുവേദികളിലോ പാർട്ടി യോഗങ്ങളിലോ ഇത്തരം മതപരമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിന്റെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ IPC BNS സെക്ഷൻ വിവിധ വകുപ്പുകൾ പ്രകാരം ഭരണഘടനാ തത്വങ്ങൾ പ്രകാരം തെറ്റാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷമുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഈ സമയത്ത് നേരിട്ട് ബാധകമല്ലെങ്കിലും ഒരു മതേതര രാജ്യത്തെ സാധാരണ കാലത്ത് പോലും നിയമപരമായ ചില അതിർവരമ്പുകൾ ഈ വിഷയത്തിലുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം പ്രകാരം ജനങ്ങൾക്കിടയിൽ മതപരമായ വിദ്വേഷം ഉണ്ടാക്കുന്നതോ മതവിശ്വാസങ്ങളെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കുന്നതോ കുറ്റകരമാണ്. രാഷ്ട്രീയ ലാഭത്തിനായി മതത്തെയും ആത്മീയതയും ദുരുപയോഗം ചെയ്യുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റായ ധാരണകൾ ചേരിതിരിവുകൾക്കും കാരണമാകാം. പാർട്ടിയിൽ ചേർന്നില്ലെങ്കിൽ പരലോകത്ത് ശിക്ഷ കിട്ടും എന്നോ ചേർന്നാൽ സ്വർഗം കിട്ടുമെന്നോ പറയുന്നത് ഒരു തരത്തിൽ വിശ്വാസികളെ മാനസികമായി സ്വാധീനിക്കലോ ഭയപ്പെടുത്തലോ ആണ്. ഭരണഘടനയിൽ എന്താ പറഞ്ഞു നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഓരോ പൗരനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ മെമ്പർഷിപ്പിനെ സ്വർഗപ്രാപ്തിയുമായി ബന്ധിപ്പിക്കുമ്പോൾ അത് പൗരന്മാരുടെ സ്വതന്ത്രമായ രാഷ്ട്രീയ ചിന്തയും മതവിശ്വാസത്തെയും ഒരേ സമയം ചൂഷണം ചെയ്യുകയാണ്. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതേതരത്വം എന്ന ആശയത്തിന് ഇത് തികച്ചും വിരുദ്ധമാണ്. പരമാവധി ഈ വാക്കും പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളെ ഈ ഒരു പാർട്ടിയിലേക്ക് ചേർക്കാൻ ശ്രമിക്കുന്നു. മുസ്ലിം ലീഗിന്റെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. എന്ത് പറയാനാടേ, ഞാൻ ഇതുവരെ വായിക്കാത്ത കുറെ കാര്യങ്ങളാണ്. ഞാൻ വേണമെങ്കിൽ ആയത്തും സൂറത്തും ഒക്കെ എടുത്തിട്ട് ഞാൻ ഇട്ടുതരാം. എന്താണ് ശിക്ഷ എന്ന്, അതാണ് ആദ്യം പറയേണ്ടത്. സ്വർഗം കിട്ടും എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ശിക്ഷ നോക്കാം ആദ്യം. ഹൈക്കോടതി സുപ്രീം കോടതി നിരീക്ഷണം. തിരഞ്ഞെടുപ്പ് കാലത്തിൽ അല്ലെങ്കിൽ പോലും രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടിക്കലർത്തരുത് എന്ന് ഇന്ത്യൻ കോടതികൾ പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയം തികച്ചും ലൗകികമായ ഒന്നായിരിക്കണമെന്നും അതിലേക്ക്
ആത്മീയതയോ മതപരമായ വിധി തീർപ്പുകളെയോ കൊണ്ടുവരുന്നു, ജനാധിപത്യത്തിന് അന്തസ്സ് കെടുത്തുന്നുവെന്നും കോടതികളുടെ നിരീക്ഷണം. ഇതിന് RSSനും ബാധകമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യരുത് എന്ന് കൃത്യമായി നിയമങ്ങൾ പറയുന്നു. ഇനി എന്താണ് ഖുർആൻ പറയുന്നത് നോക്കണ്ടേ? ഇവര് പറയുന്നത് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കിട്ടും എന്നുള്ളതാണ്. നമുക്ക് സ്വർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതും അത് ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാം, എന്നാലും പറയാതിരിക്കാൻ കഴിയില്ല. ചില ആളുകൾ ഇതിൽ പോയി വീണ് കിടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചാൽ എന്താണ് സംഭവം നോക്കാം. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു പറയാത്ത കാര്യങ്ങൾ അവൻ പറഞ്ഞതായി വാദിക്കുന്നതിനേക്കാൾ വലിയ അക്രമമില്ലെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. ഖുർആനിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ ആക്രമി ആരുണ്ട്? അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നതാണ്. സാക്ഷികൾ പറയും, ഇക്കൂട്ടരാണ് തങ്ങളുടെ രക്ഷിതാവിന്റെ പേരിൽ കള്ളം പറഞ്ഞവർ. അറിയുക, അള്ളാഹുവിന്റെ ശാപം ആ ആക്രമികളുടെ മേലുണ്ടായിരിക്കും. സൂറത്തുൽ ഹുദ് 18. ഞാനല്ല, അത് മനസ്സിലാക്കുക. അപ്പോ ഈ ഒരു വിഷയത്തിൽ തെറ്റിദ്ധരിക്കപ്പെടരുത്, അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അടുത്തത്, സ്വന്തം കൈകൊണ്ട് എഴുതി ഉണ്ടാക്കുന്ന വാദങ്ങൾ. ചില ആളുകൾ സ്വന്തം കൈപ്പടയിൽ ചില കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ചില പ്രവർത്തന പട്ടിക അത് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വരുമല്ലോ, അതിൽ ചില സാധനങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതി ഉണ്ടാക്കിയ സാധനങ്ങളാവും, ടൈപ്പ് ചെയ്തിട്ട് എന്തായാലും ആവട്ടെ. മതപരമായ വിധികൾ സ്വന്തം താല്പര്യപ്രകാരം ഉണ്ടാക്കി അത് അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണെന്ന് വരുത്തി തീർക്കുന്നവർക്ക് വലിയ നാശമുണ്ടെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തങ്ങളുടെ കൈകൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയും എന്നിട്ട് അത് തുച്ഛമായ വിലക്ക് വിൽക്കാൻ വേണ്ടി ഇത് അള്ളാഹുവിങ്കൽ നിന്ന് ലഭിച്ചതാണ് എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് നാശം. അവരുടെ കൈകൾ എഴുതിയത് നിമിത്തം അവർക്ക് നാശം, അവർ സമ്പാദിക്കുന്നതും നിമിത്തവും അവർക്ക് നാശം. സൂറത്തുൽ ബഖറ 79. അതായത് ഈ സാധനം തന്നെ ഇവര് പ്രവർത്തക പട്ടിക തേങ്ങ മാങ്ങൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് അതിൽ ഇതാണ് അതാണെന്നൊക്കെ എഴുതി ചേർത്ത് മതത്തിന്റെ പേരെന്തെങ്കിലും കൂട്ടി ചേർക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇനി നാവ് കൊണ്ടുള്ളത്, നാക്കുകൊണ്ടാണ് നമ്മൾ കേട്ടത് കേട്ടോ. പ്രമുഖരായ വ്യക്തികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു പാർട്ടിയുടെ അംഗത്വം സ്വർഗത്തിലേക്ക് വഴി തുറക്കും എന്ന രീതിയിൽ അള്ളാഹുവിന്റെ അനുമതി നൽകാത്ത കാര്യങ്ങളെ പുണ്യകർമ്മമായി പ്രഖ്യാപിക്കുന്നതിന് ഖുർആൻ വിലക്കുന്നു. ഈ വീഡിയോ കാണുന്ന ചില ആളുകൾക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ എന്നോട് തോന്നിയേക്കാം, പക്ഷെ സത്യസന്ധമായി വീഡിയോ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഖുർആൻ എടുത്തിട്ട് പറയുന്നതും സൂറത്തൊക്കെ എടുത്ത് വായിക്കുന്നതും അതുകൊണ്ടാണെന്നുള്ളതാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് മുസ്ലിം ലീഗും തിരഞ്ഞെടുക്കാം, പക്ഷെ ആ വാക്കുകൾ തെറ്റാണ്. നിങ്ങളുടെ നാവുകൾ കള്ളം വിവരിക്കുന്ന കൂട്ടത്തിൽ ഇത് അനുവദനീയമാണ്, ഇത് നിഷിദ്ധമാണ് എന്ന് അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കാനായി നിങ്ങൾ പറയരുത്. തീർച്ചയായും അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവർക്ക് വിജയിക്കുകയില്ല. സൂറത്തുന്നഹ് 116. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ പറയുന്നതല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാരും കുറച്ച് ആളുകൾ ഇത് പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അതാണെന്ന് തോന്നിപ്പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത് എന്താണെന്ന് എനിക്ക് തെറ്റായി ചിന്തകൾ വരികയാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് മതത്തിന്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് യഥാർത്ഥ പാതയിൽ നിന്നും അകറ്റുന്നവർ സ്വന്തം പാപഭാരത്തിന് പുറമെ മറ്റു മനുഷ്യരുടെ പാപഭാരവും പേറേണ്ടി വരുമെന്ന് ഖുർആൻ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഓക്കെ, മറ്റുള്ള ഒരാളെ, നേരായ വഴിയിൽ പോകുന്ന ഒരാളെ, നീയേ കോൺഗ്രസ്സുകാരനാവണ്ട, നീ ലീഗായ മതി, അല്ലെങ്കിൽ സ്വർഗം കിട്ടൂല. ഇത് പറഞ്ഞാൽ എന്താ അവസ്ഥ? അതാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ തങ്ങളുടെ പാപഭാരങ്ങൾ പൂർണ്ണമായും പേറാനും അറിവില്ലാതെ തങ്ങൾ വഴി പിഴച്ചു കൊണ്ടിരിക്കുന്നവരുടെ പാപഭാരങ്ങളിൽ ചിലത് പേറാനും വേണ്ടിയത്രേ അത്. ശ്രദ്ധിക്കുക, അവർ ചുമക്കുന്ന ആ ഭാരം എത്രയോ ചീത്ത. സൂറത്തുന്നഹ് 25. എന്റെ പൊന്നുമക്കളെ, വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, ഇത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കൊണ്ട് കഴിയില്ല. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് MLA ആയപ്പോഴും മന്ത്രി ആയപ്പോഴും അവര് MLA ആയ സമയത്ത് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു, നിങ്ങൾ കേട്ടതാ. പക്ഷെ മന്ത്രിയായപ്പോ എന്താ പറഞ്ഞത്? ദൈവനാമത്തിൽ എന്ന് പറഞ്ഞു. അവര് പേടിച്ചു എന്നാണ് ചില ആളുകൾ പറഞ്ഞത്. അതായത് മന്ത്രിയാവൻ എന്തും ചെയ്യും എന്നുള്ളത്. പക്ഷെ നിങ്ങൾ എന്ത് മണ്ടന്മാരാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സത്യത്തിൽ എന്തിനാണ് അവർ ദൈവനാമത്തിൽ എന്ന് പറഞ്ഞത്? ഞാൻ വായിച്ചു തരാം കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഷെഡ്യൂൾ പ്രകാരമാണ് മന്ത്രിമാരും ജനപ്രതിനിധികളും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ഭരണഘടന ഇതിനായി 2 ഓപ്ഷനുകൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു, സ്വയർ ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഈ 2 കാര്യങ്ങളാണ് ഭരണഘടനയിൽ എഴുതിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ നാമത്തിലെന്നും യേശുവിന്റെ നാമത്തിലെന്നൊന്നും പറയാൻ കഴിയില്ല, ദൈവനാമത്തിൽ. ഓക്കെ, അതുകൊണ്ട് അത് പറയുന്നു. അതിനെ നിങ്ങൾ വേറെ രീതിയിൽ ചിത്രീകരിക്കണ്ട. പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ഒരു വലിയ തെറ്റാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൽ അംഗത്തെടുത്ത ആൾക്ക് സ്വർഗമൊന്നും കിട്ടൂല. സ്വർഗം കിട്ടണമെങ്കിൽ ഇനി ഞാനത് വിട്ടുപോയി. സ്വർഗം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സ്വർഗം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അല്ലെ? നമുക്കത് നോക്കാം. ഈമാനും സൽപ്രവർത്തികളും.
തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് താമസിക്കാനുള്ളത് ഫിർദൌസ് തോട്ടങ്ങളാകുന്നു, സൂറത്തുൽ കഹ്ഫ്, അതായത് സ്വർഗമാകുന്നു എന്നുള്ളത്. ഒരു മനുഷ്യൻ അള്ളാഹുവിലും അന്ത്യദിനത്തിലും പ്രവാചകന്മാരിലും പൂർണ്ണമായി വിശ്വസിക്കുകയും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് സ്വർഗത്തിലേക്ക് നയിക്കുന്ന പ്രധാന വഴി. മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കലല്ല, അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം തിരഞ്ഞെടുക്കാം. ജനിച്ച നാടിന് വേണ്ടിയിട്ട്, ജനിച്ച ഭൂമിക്ക് വേണ്ടിയിട്ട്, ജനിച്ച രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ പോലും ത്യജിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതിലെവിടെയും മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി ദൈവഭക്തിയാണ് അടുത്തത്. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അനുഗ്രഹപൂർണമായ സ്വർഗത്തോപ്പുകളുണ്ട്. സൂറത്തുൽ ഖലം 34. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ എന്റെ പടച്ചറബേ, ഞാൻ എന്ത് പറയാനാ? ഖുർആനില്ലാത്ത കാര്യങ്ങൾ ഇവര് തെറ്റായി വ്യാഖ്യാനിക്കുന്നു. തെറ്റായി വ്യാഖ്യാനങ്ങൾ വീഴാതിരിക്കുക. ഇത് ഭരണഘടനയൊക്കെയുള്ള ഒരു രാജ്യമാണ്. ഈ ഭരണഘടനയിൽ കൃത്യമായിട്ട് പറയുന്നു, ഇത്തരം രീതിയിൽ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടോ വായിക്കാം. ജനാധിപത്യ നിയമം, അതായത് സെക്ഷൻ 123. ഈ നിയമപ്രകാരം തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് പിടിക്കാനോ ജനങ്ങളെ സ്വാധീനിക്കാനോ മതം, ജാതി, ഭാഷ അല്ലെങ്കിൽ ദൈവികമായ കോപം, അനുഗ്രഹം എന്നിവ ഉപയോഗിക്കുന്നത് ഒരു അഴിമതിയായി ആണ് കണക്കാക്കപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്താം. പക്ഷെ ഇപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരുടെയോ ആരോ ആണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അള്ളാഹു നിങ്ങളെ കാക്കുമാറാകട്ടെ. എല്ലാവരും നേരായ വഴിക്ക് തന്നെ മുന്നോട്ട് പോകുക. സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ആരും ഒരു പാർട്ടിയുടെയും അംഗത്വം എടുക്കേണ്ടതായിട്ടില്ല. സൽക്കർമ്മങ്ങൾ ചെയ്താൽ മതി, ഖുർആൻ പിന്തുടർന്നാൽ മാത്രം മതി. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ. ജനാധിപത്യം തുലയാതിരിക്കട്ടെ. സൈനിങ് ഓഫ്.